എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണോ? റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക? വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ മാസം 27-ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കണ്ടതാണ്, ഓൾറെഡി പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചിലപ്പോൾ, ഉറപ്പൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നേരത്തെ 27-ാം തീയതി എന്ന് പറഞ്ഞാൽ പോലും ഒരു 26-ന് രാത്രിയോടെ തന്നെ പ്രതീക്ഷിക്കാം. ഇനി 26-ാം തീയതി രാത്രി വന്നില്ലെങ്കിൽ 27-ാം തീയതി വരുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് റെസ്പെക്റ്റഡ് ടൈമായിട്ട് 5 to 7 ആണ് നമ്മൾ പറയുന്നത്. 5 മണി to 7 മണിയാണ് റെസ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ പറയുന്നത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്ന് ചെയ്യുന്നുണ്ട്. തീർച്ചയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ട് മാൻഡറ്ററി ഫീ അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട, ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ടുപോയി അഡ്മിഷൻ എടുത്താൽ മതിയാകും. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോയിനിങ് ഡേറ്റിൽ, അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് കാണും, അതിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ, അത് പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും സ്ഥിരപ്രവേശനമാണ്. അതിലൊരു അപ്പീലില്ല, റിപ്പോർട്ടിംഗ് ഇല്ല, ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാത്രമേ മാറ്റമുണ്ടാക്കിയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയി ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി എടുക്കാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആക്കാം. ടെമ്പററി എടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജുകൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്ക് ഉള്ളത് ലഭിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അത് നിങ്ങൾക്ക് മതിയെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹയർ ഓപ്ഷൻ കയറിപ്പോൾ കാണും. നിങ്ങൾ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഹയർ ഓപ്ഷൻസിലേക്ക് കയറാം. ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, അതായത് ഔട്ട് ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ അതിൽ കാണും. FYUG CAP എന്ന് കാണും, UG CAP എന്ന ലിങ്ക് കാണും 2024. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കാം, കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.